പരീക്ഷ ആകുമ്പോൾ ഉണ്ടാകുന്ന പേടി, ടെൻഷൻ, പഠിച്ച കാര്യമൊക്കെ മറന്നു പോവുക, ഇതാണ് എക്സാം ആൻസൈറ്റി എന്ന് പറയുന്നത്. ഒട്ടുമിക്ക സ്റ്റുഡൻസിൻ്റെ കേസിലും ഈ എക്സാം ആൻസൈറ്റി കാണാറുണ്ട്. നമ്മുടെ മൈൻഡിൽ എപ്പോഴാണോ കൂടുതൽ നെഗറ്റീവ് വരുന്നത് ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു നെഗറ്റീവിനെ അവിടെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. ചില സ്റ്റുഡൻസ് എക്സാമിന് വേണ്ടി അത്യാവശ്യം പഠിച്ചിട്ടുണ്ടാവും, എന്നാലും അവർ വെറുതെ ടെൻഷൻ അടിക്കും. ഞാൻ പഠിച്ച കാര്യം എക്സാമിന് വരുമോ, എനിക്ക് എഴുതാൻ കിട്ടുമോ, എനിക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ നെഗറ്റീവ് കൂടുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ത് ചെയ്യും, കുറയും. എക്സാമിന് പഠിക്കുമ്പോൾ തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് യൂസ് ചെയ്ത് പഠിക്കുക. പരീക്ഷ അടുക്കുന്നതോടെ സ്റ്റുഡൻസ് ചെയ്യുന്ന ഒന്നാണ് കൂടുതൽ സമയം പഠിക്കും, കുറച്ച് ടൈം എന്ത് ചെയ്യും, ഉറങ്ങും. ഈ ഒരു ടെൻഡൻസി പൂർണ്ണമായിട്ടും മാറ്റണം. ഇത്ര പഠിച്ചിട്ടും കാര്യമില്ല, നല്ല രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് ഇതെന്ത് ചെയ്യുക തന്നെ വേണം എക്സാമിന് പോവാൻ. അതുപോലെ പഠിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് ഒരിക്കലും റിവിഷൻ വെക്കരുത്. എപ്പോഴാണോ നമ്മുടെ സിലബസ് പഠിച്ച് കഴിയുന്നത് ആ ഒരു ടൈമിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ റിവിഷൻ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും എക്സാം എഴുതാൻ കഴിയുള്ളൂ.